റജബിലും ശഅബാനും നമ്മൾ ദ്വാരന്നിട്ടുണ്ട്. എന്താ ദ്വാരുന്നത്? പടച്ചവനെ റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകി റമദാനിക്ക് എത്തണമേ നമ്മൾ ദ്വാരന്നിക്കണല്ലോ. 59 ദിവസം ദ്വാരന്നത്. അത് അല്ലാഹ് കബൂലാക്കിക്കണ്. ഞമ്മക്കും സമാധാനമാണ്. അൽഹംദുലില്ലാഹ്. നമ്മളിപ്പോ റമദാനിലെത്തിയത്. റമദാനിലെത്തി 20ാമത്തെ നോമ്പ് നോറ്റിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ അൽഹംദുലില്ലാഹ് നമ്മൾ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ദുആ അല്ലാഹ് കബൂലാക്കിയാണ്. നമ്മളാരും മോശക്കാരല്ല, അല്ലാഹ് കബൂലാക്കിക്കണല്ലോ. നിങ്ങളിങ്ങനെ അൽഹംദുലില്ലാഹ് ധാരാളം സദസ്സ് പോയി ദ്വാരക്കുമ്പോ പള്ളിയിൽ ഇമാമ് ഓരോ വക്തിലും ദ്വാരക്കുമ്പോ നമ്മളൊക്കെ ആമീൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്വന്തമായി ദ്വാരന്നിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മളെ കബൂലാക്കി. അതുകൊണ്ട് നമ്മൾ റമദാനിലെത്തി എന്നൊരു മുഅ്മിനായ മനുഷ്യൻ സന്തോഷിക്കണം. പിന്നീട് നമ്മൾ വരുന്നത് എന്തിനാണ്? പടച്ചവനെ എത്തിയതിനു ശേഷം നമ്മൾ പിന്നെ വരുന്നത് നമ്മൾക്ക് നോമ്പ് നിൽക്കാൻ തൗഫീക്ക് വേണം. നമ്മൾ വരുന്നതാണ്. ഖുർആൻ ഓതാൻ തൗഫീക്ക് വേണം. തറാവി നിസ്കരിക്കാൻ തൗഫീക്ക് വേണം. മറ്റു അമലുകൾ ചെയ്യാൻ തൗഫീക്ക് വേണം. നമ്മൾ വരുന്നതാണ്. അതിൽ അല്ലാഹു കുറെ എണ്ണം കബൂലാക്കിയിട്ടുണ്ട്. ഒന്ന്, നോമ്പ് നിൽക്കാൻ തൗഫീക്കാക്കി. നമ്മൾ 20 എണ്ണം നോറ്റിക്കണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇനി അല്ലാഹു അത് സ്വീകരിക്കട്ടെ. നോൽക്കാൻ നമ്മൾ നോറ്റിക്കണം. ഉടനെ തന്നെ പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾക്ക് വിശപ്പും ദാഹവും മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ അത്രക്കാരെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്താതിരിക്കട്ടെ. അപ്പൊ 20 ദിവസം നോമ്പ് നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അല്ലാഹു അതും നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തറാവി നിസ്കരിക്കാൻ വേണ്ടി വരുന്നു. ആ തറാവി നിസ്കരിക്കാൻ വേണ്ടി വരുന്നപ്പം തറാവിയും അൽഹംദുലില്ലാഹ് ഇന്നലെ വരെ നിസ്കരിച്ച ആളുകൾക്ക് സമാധാനിക്കാം. അൽഹംദുലില്ലാഹ് ഇന്റെ ദുആ 59 ദുആ അല്ലാഹു കബൂലാക്കിക്കണം. പിന്നെ ഖുർആൻ ഓതാനാണ്. ആ ഖുർആൻ ഓതാൻ അൽഹംദുലില്ലാഹ് ഭാഗ്യം കിട്ടിയ ആളുകൾ ഇവിടെ ഉണ്ട്. 1 ഖത്ത് ഓതിയവരുണ്ട്, 2 ഖത്ത് ഓതിയവരുണ്ട്, തീരെ ഓതാത്തവരുണ്ടാവും. അതിനനുസരിച്ച് തീരുമാനിച്ചാൽ മതി. അതിപ്പോ ചോദിക്കണമൊന്നുമില്ല. നേരത്തെ ഇൻട്രസ്റ്റ് ഇപ്പൊ ഇതിനുണ്ടാവില്ല. നേരത്തെ പറഞ്ഞതിന് എല്ലാവർക്കും ജവാബ് പറയണ്ടാവും. ഇപ്പൊ ഞാൻ 3ാമത്തെ സംഗതിക്ക് ഞാൻ കൈപ്പൊക്കാൻ പറഞ്ഞാൽ അത് പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് വാട്സപ്പിൽ പൊക്കണായി പൊക്കിയാൽ മതി, കൈയൊന്നും പൊക്കണ്ട. ഓരോരുത്തർക്കും റെഡിയായല്ലോ. ഓരോരുത്തരും കൽബിനുണ്ട് ഞാൻ ഇത്ര ഓതിയത്. അപ്പം 2 എണ്ണം കബൂലാക്കിയതുപോലെ 3ാമത്തത് കബൂലാക്കിക്കണോ എന്ന് ചിലവർക്കൊക്കെ സംശയമാണ്. മറ്റു അമലുകൾ ചെയ്യാനും തൗഫീക്ക് വേണം. ആ അമലിൽപ്പെട്ടതാണ് നമ്മളിപ്പോ ഇരിക്കണതൊക്കെ, നമ്മളിവിടെ ഇരിക്കുന്നതൊക്കെ, നമ്മുടെ നാട്ടിലുള്ള മജ്‌ലിസുകൾ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, മറ്റു ഖിദ്മാത്തുകൾ നമ്മൾ ചെയ്യുന്നത് ഒക്കെ അതിൽപ്പെട്ടതാണ്. ഇതിനൊക്കെ അള്ളാഹുവിന്റെ വലിയ ഒരു തൗഫീഖ് ലഭിക്കുമ്പോ അൽഹംദുലില്ലാഹ് നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ് അതൊക്കെ. ഇപ്പൊ ബഹുമാനപ്പെട്ട സുൽത്താനുൽ മുസ്താദ് അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. 84 വയസ്സ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞു കിടന്ന് 85ലേക്ക് എത്തുമ്പോഴും ഉസ്താദ് ശഅബാനിൽ തന്നെ ഉസ്താദ് ഈജിപ്ത്, പഞ്ചാബിലും ഉൾപ്പെടെയുള്ള ധാരാളം സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അന്തമാൻ ദ്വീപിൽ പോയി. അന്തമാൻ ദ്വീപിൽ അവിടുത്തെ ദഅവത്ത് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് യുഎഇയിലേക്ക് പുറപ്പെടുക. അപ്പൊ ശഅബാനിൽ അവസാനത്തെ ഉസ്താദ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉസ്താദ് എത്തിയില്ല. ഇൻഷാ അല്ലാഹ് നാളെ ഉസ്താദ് എത്തും. അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകുമാറാകട്ടെ. ഇതൊക്കെ ഇത്ര വയസ്സാകുമ്പോഴും ഇങ്ങനെ പോകാൻ കഴിയാന്ന് പറഞ്ഞതും, ഇപ്പൊ ഇവിടെ നമുക്ക് തന്നെ ഇരുന്നിട്ട് കാലി നമ്മൾ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അല്ലേ? കുറെ വട്ടം ഞാനും നിങ്ങളൊക്കെ മാറ്റി. ഞാൻ ഇരുന്നപ്പോ കുറെ ഇങ്ങോട്ട് ഇരുന്ന്, ഞാൻ പിന്നെ കാല് നീട്ടി ഒക്കെ ഇരുന്ന്. അതെന്തുകൊണ്ടാണ്? നമുക്ക് കഴിയണില്ല. പക്ഷെ ഉസ്താദ് സുബ്ഹാനല്ലാഹ് ഇത്ര വയസ്സായിട്ടും ഉസ്താദ് പോകണം. ഇവിടെ 85 വയസ്സായ ആളുകളൊന്നും ആരുമില്ല. 85 വയസ്സായ ആളുകളൊന്നും ജുമാക്ക് പോരാ വന്നിട്ടുണ്ടാവില്ല. കാരണം ഓൽക്ക് വയസ്സായിക്കണം. അതുകൊണ്ട് എനിക്ക് ജുമാക്കൊന്നും പോകലൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല, പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞ് അവിടെ മൂലയ്ക്ക് കുത്തിരിക്കുക ഇല്ലേ? അപ്പൊ അത് വലിയ തൗഫീഖാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ 65-70 വർഷത്തോളം അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു 67 വർഷത്തോളം അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ ദഅവത്ത് നിലനിൽക്കുകയാണ്. ചെറുതല്ല. 85 വയസ്സിൽ നിന്ന് ഒരു 10, 17, 18, 20 വയസ്സിന് വിട്ടാളി. ബാക്കി കണക്കുകൂട്ടി നോക്കൂ, എത്രയാണ് അൽഹംദുലില്ലാഹ് ചെയ്തത്. അതിന്റെ ഇടയിൽ പള്ളികൾ ഉണ്ടാക്കി, മദ്രസകൾ ഉണ്ടാക്കി, പാവങ്ങളെ സഹായിച്ചു, പാവപ്പെട്ട സാദാത്യങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ സാദാത്യങ്ങൾക്കുള്ള ഒരു വീട് നമ്മുടെ മദനിയം ചാനൽ വഴി ഉസ്താദ് പ്രഖ്യാപിക്കുന്നത്
യഥാർത്ഥത്തിൽ കോവിഡാണ്. കോവിഡ് സമയം വന്നപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുക്കൽ ഓരോരുത്തരും ഞങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വരികയാണ്. പലവരും വരും. ആ കൂട്ടത്തിൽ പാവപ്പെട്ട സാദാത്യങ്ങൾ വന്നുകൊണ്ട് പറയാണ്, ഉസ്താദെ, ഒരു സയ്യിദിനോട് ഉസ്താദ് ചോദിക്കുകയാണ്, ഉസ്താദെ ഒന്നുമില്ല, വളരെ പ്രയാസത്തിലാണ്, ഭക്ഷണം കഴിക്കാൻ ഒരു മാർഗവുമില്ല, വീടിന് വാടക കൊടുക്കാൻ ഒരു മാർഗവുമില്ല, ഒന്നുമില്ല, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വരാൻ പോലും പൈസ ഇല്ല എന്ന അർത്ഥത്തിൽ. അപ്പൊ എങ്ങനെ നിങ്ങൾ ഇവിടെ വന്നത് വെച്ച്, ഞാനുള്ളതൊക്കെ പാടെ കട്ടിപ്പിച്ച് പോന്നതാണ്. അപ്പൊ നിങ്ങൾ തിരിച്ചെങ്ങനെ പോകും? വരാൻ വന്ന് നിങ്ങൾ തിരിച്ചു പോണ്ടേ? അപ്പം ആ സയ്യിദിന്റെ മറുപടി, നിങ്ങളടുത്തേക്ക് എത്തിയാ പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാക്കി തരുന്നുള്ളത് ധാരണ. എത്താനേ പ്രയാസപ്പെടേണ്ടതുള്ളൂ. എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുമെന്ന് എന്റെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. എല്ലാരെ മനസ്സിലും അങ്ങനെയാണ്. അങ്ങനെ ഉസ്താദ് അദ്ദേഹത്തിനോട് വീണ്ടും ചോദ്യങ്ങൾ തുടർന്നപ്പോ വാടക വീട്ടിൽ താമസിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ നിന്നും അതുപോലെയുള്ള ആളുകളുടെ സംസാരങ്ങളിൽ നിന്നും കടന്നു വരുന്നത്, ഞങ്ങൾക്കാരും സക്കാത്ത് തരുന്നില്ല. സക്കാത്ത് കിട്ടൂലല്ലോ, തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലിനെ ഫിൽറ്റർ ചെയ്യുന്ന സാധനമാണ്. നമ്മളെ വീട്ടിലൊക്കെ ഫിൽറ്റർ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ആ ഫിൽറ്റർ നല്ല വീട്ടിലുള്ള കോയൽക്കിണർ ഇല്ലെങ്കിൽ അതുപോലെയുള്ള വെള്ളമൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്യണം. ആ ഫിൽറ്റർ ചെയ്യുമ്പോൾ വരുന്ന വെള്ളമാണ് കുടിക്കാൻ പറ്റുള്ളൂ. നമുക്കും അങ്ങനെ തന്നെ കുടിക്കാൻ പറ്റും. കിണറിന്റെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പണമുള്ള ഒരാള് ഓന്റെ ഫിൽറ്റർ ചെയ്ത് വരുന്ന ആ ഒരു വെള്ളമാണ്, ആ പണമുള്ളാലും അങ്ങനെ തന്നെ കുടിക്കാൻ പറ്റുള്ളൂ. ഓന്റെ വെള്ളം ഇന്റെ കിണറാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതില്ല, അങ്ങനെ കുടിക്കാൻ പാടും. അപ്പൊ അതുകൊണ്ട് ഔസാഹുന്നാസ്, അത് ജനങ്ങളുടെ വേസ്റ്റുകളാണ്. അത് ഒരിക്കലും സയ്യിദന്മാർക്ക് പറ്റൂല. അത്രയും അള്ളാഹു ആദരിച്ചു പോയി. അതുകൊണ്ട് തന്നെ സാദാത്യങ്ങൾക്ക് അതില്ല. ഈ മസാല എല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ അറിയാം, കൊടുക്കണ്ടെന്നില്ലെടുത്ത്. പക്ഷേ അപ്പൊ തന്നെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, അവിടെ ആ കാലഘട്ടങ്ങളിൽ ബൈത്തുൽ മാലിൽ നിന്നായിരുന്നു സാദാത്യങ്ങൾ കൊടുത്തിരുന്നത്. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ പൊതു ഖജനാവാണ്. ഇന്ന് നമ്മൾ മിച്ചഭൂമിയൊക്കെ സർക്കാരുകൾ നമ്മൾ 10 സെന്റ് വാങ്ങുമ്പോ 12 സെന്റ് സ്ഥലമുണ്ട്, പക്ഷെ 10 നികുതി അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ 2 സെന്റ് നമുക്ക് അവകാശപ്പെട്ടതല്ല, അതിന് പൈസ കൊടുക്കണ്ട എന്നൊക്കെയാണ്. അത് പിന്നെ ആ 2 സെന്റ് സ്ഥലം പിന്നെ സർക്കാരാണ് അത് കണ്ടുകെട്ടാറുള്ളത്. ഇതുപോലെയുള്ളതൊക്കെ ബൈത്തുൽ മാലിലേക്ക് നീങ്ങി അതിൽ നിന്നായിരുന്നു സാദാത്യങ്ങൾക്ക് കൊടുത്തിരുന്നത്. ഇന്ന് ഇസ്ലാമികമായ ഭരണകൂടമല്ലാത്തത് കൊണ്ട് ബൈത്തുൽ മാലില്ല, അതുകൊണ്ട് ആ ഭാഗമില്ല. പിന്നെ ആരെങ്കിലും ഒരാള് ഒരു സയ്യിദിനെ ഒരു പണിക്ക് വിളിക്കൂല, മൂപ്പര് പറയണം. കാരണം തങ്ങളായതുകൊണ്ട് എങ്ങനെയപ്പോ തങ്ങളെ പണിക്ക് വിളിച്ച? തങ്ങളോട് പറയണെന്ത്, നിങ്ങൾ ആ ഫ്രിഡ്ജില് തല്ലാജിൽ നിങ്ങൾ ആ പെപ്സി ഒക്കെ ഒന്ന് അടുക്കി കാണിന്ന് എങ്ങനെ പറയാം? ഒരു വയല് കേട്ട ഒരു നാടനാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് തങ്ങളോട് ഇപ്പൊ എങ്ങനെ പറയാൻ കഴിയൂലല്ലോ. എന്റെ അടുത്തേക്ക് നേരത്തെ ഒരു ഡ്രൈവർ ഒരു തങ്ങൾ വന്നിരുന്നു. മൂപ്പര് കുറെ എന്നെ മഹബത്ത് വെച്ചിട്ട് അവന്റെ കൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ മൂപ്പര് ഐഡിയപരമായ രൂപത്തിൽ മെല്ലെ ഒഴിവാക്കി. കാരണം എങ്ങനെയാ മൂപ്പരോട് നമ്മൾ ചൂടാകുക? ഇടക്കൊക്കെ ചൂടാകേണ്ടി വരും. അപ്പൊ ഒരു സയ്യിദിനോട് എങ്ങനെ ചൂടാകുക? അപ്പൊ അത് മേടിച്ച് ഞാൻ എവിടെ ഇങ്ങോട്ട് കുരുത്തക്കേട് ഇട്ടു എന്നുള്ള സാധുവിനോട് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുകയാണല്ലോ. മുത്തുനബി വേദനിക്കാണ്. നമ്മള് ഒരു പേരക്കുട്ടിനെ നമ്മളിങ്ങനെ എന്തെങ്കിലും കാണിച്ചാല് എന്താ വാപ്പങ്ങൾ കാട്ടണമെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? അതിന്റെ ആള് മോള് വന്നിട്ട് വേടുത്തോണ്ടോ, വാപ്പാക്ക് അന്തല്ലേ ഈ കുട്ടിനെ എങ്ങനെ കാട്ടണ എന്ന് വാപ്പയോട് പറയും. അപ്പൊ പേരക്കുട്ടിയോട് അങ്ങനെയാണ്. ചില ആളുകൾക്ക് ധൃതി പോവും. കാരണം പേരക്കുട്ടികളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഓൾക്ക് ഇന്ന് നോമ്പുറപ്പിക്കാനാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. കൂട്ടത്തിൽ ഡ്രസ്സ് എത്ര പിന്നെ പൊരിന്ന് വാങ്ങിക്കൊടുത്താലും കുട്ടിന്റെ വാപ്പ വാങ്ങിക്കൊടുത്താലും വല്യപ്പാക്ക് ഒരു റാഹത്താണ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം, എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് റാഹത്താണ്. അതുകൊണ്ട് കുറെ ആളുകൾ അങ്ങനെയും സയ്യിദന്മാർക്ക് ജോലി കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാം? അപ്പൊ വേറൊരു സയ്യിദ് മൂപ്പര ഐഡിയ, ഒരുപാട് ഐഡിയകളിൽ നിന്നൊക്കെ മൂപ്പര് സയ്യിദ് എന്ന് മാറ്റി. സയ്യിദ് അപ്പൊ എന്തെങ്കിലും മാറ്റി വെച്ചു. സയ്യിദ് എന്ന് കണ്ട ആരും പണിക്കരുമില്ല. സയ്യിദ് എന്ന് കണ്ടാലും തങ്ങൾ കണ്ടാൽ എന്തില്ല, ആരും പണി തരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റിയതാണ്. സുബ്ഹാനല്ലാഹ്.
ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിറഞ്ഞപ്പോഴാണ് സാദാത്യങ്ങൾക്ക് 100 സാദാത്യങ്ങൾക്ക് വീടുണ്ടാക്കുക എന്ന പദ്ധതി ഞങ്ങൾ മർക്കസിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആലോചിക്കുകയും അതിലൂടെ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട മദനീയം ചാനൽ വഴി അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി വലിയ ഒരു സഹായമായി നൽകി ധാരാളം ആളുകൾ അതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. ഈ ഒരു പദ്ധതി വരുന്നത് കോവിഡാണ്. ഇവിടെയും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുക്കൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുടെ സുമനസ്സുകളുടെ പാവപ്പെട്ടവരുടെ ആ ഒരു പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, എപ്പോഴും നമ്മൾ കാരുണ്യ പ്രവർത്തനം ചെയ്യുക, സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുക. പാവപ്പെട്ട ആളുകളെ നേരത്തെ പറഞ്ഞല്ലോ, ആഖിറം മാത്രം കരുതിയിട്ട് ഒരാൾ നിസ്കരിച്ചിങ്ങനെ നോമ്പ് നോറ്റി അങ്ങനെ ഇരുന്നാൽ മാത്രം മതി എന്ന് കരുതി നിൽക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും ദുനിയാവും ആഖിറം കൂടി റബ്ബനാ ആതിനാ ഫിദ് ദുനിയാസ് രണ്ടും കൂടി കൂട്ടിയിട്ടില്ല പണിയാണ് എപ്പോഴും നല്ലത്. രണ്ടും കൂടി കൂട്ടിയില്ല പരിപാടി. ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും, ഓല അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ എല്ലാരും അങ്ങനെ ഉണ്ടാവും. എല്ലാരും അങ്ങനെയാണെങ്കിൽ ഇവിടെ പീഡിയ കച്ചവടം ഒന്നും ആവശ്യം ഉണ്ടാവില്ല. എല്ലാരും ദുനിയാവുക്ക് ഒരു ബന്ധമില്ലാതെ അങ്ങനെ ആലോചിച്ചവിടെ തക്കാളി പീടിയല്ല, ഇവിടെ ഫ്രൂട്ട്സ് ഇല്ല, ഇവിടെ നിന്ന് ഇറങ്ങിയ ഒക്കെ കാലി, നമ്മുടെ റൂമൊക്കെ കാലിയേക്കാം. അപ്പൊ ഈ വാതൊക്കെ കേട്ടുകണ്ടെങ്കിൽ ഞങ്ങൾ ആഖിറത്തേക്ക് മാത്രമാണ് പോകുന്നത്. വേണ്ട, ബിൽഡിംഗ് ഒക്കെ കാലിയായി കിടക്കും. എല്ലാരും കച്ചവടം ചെയ്യണം, അണ്ടും എന്നിട്ട് അതിലൂടെ ആഖിറങ്ങൾ സമാഹരിക്കണം. ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. അപ്പൊ അതുകൊണ്ട് ധാരാളം നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നോമ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഖൽബ് എല്ലാ അർത്ഥത്തിലും അവൻ ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് പട്ടിണി കിടക്കുമ്പോഴാണ് അവന്റെ നോമ്പായി മാറുന്നത്. നോമ്പിനെ കുറിച്ച് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. നോമ്പിനെ പറ്റി മാത്രം അങ്ങനെ പറഞ്ഞല്ലോ, ഒരു അണ്ടർലൈൻ ചെയ്തുകൊണ്ട്. ബാക്കിയുള്ള വാക്കുകളല്ലേ ആണ്. പക്ഷെ നോമ്പിനെ പറ്റി അള്ളാഹു അങ്ങനെ പറഞ്ഞു, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറയാൻ. ഓരോരുത്തരുടെ നോമ്പിനും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇവിടെ കുത്തിരിക്കണ കുറെ ആളുകളുണ്ട്, രാവിലെ മുതൽ 11 മണി വരെ കടന്നുറങ്ങിയിട്ടുണ്ടോ. അങ്ങനെ പണ്ടൊരു വാദം കേട്ടപ്പോ നോമ്പ് സ്വാമി ഈ വാദം ഒന്നും കേട്ടില്ല. അങ്ങനെ ഏതൊരു വയലിൽ കേട്ടിരുന്നത്, പഴയ കാലത്തെ വയലിൽ എന്ത് കേട്ടിരുന്നു? നോമ്പ് സ്വാമി ഇബാദ, ഉറക്കം നോമ്പുകാർക്ക് ഒരു ഇബാദത്താണ്. അപ്പൊ ചിലവർ അങ്ങനെ ഉറങ്ങി. ഗൾഫിലൊക്കെ അങ്ങനെ രാവിലെ അത്താഴം കഴിച്ചാൽ പിന്നെ ഒരു 3 മണി 4 മണി 3 മണി വരെ ഉറങ്ങും എ സിയില്. അങ്ങനെ പിന്നെ 4 സമൂസന്റെ ഓലൊക്കെ കൊണ്ടുവന്ന് 2 സമൂസൊക്കെ ചുട്ട് പിന്നെ 2 വത്തക്കൊക്കെ വെട്ടുമ്പോത്തിന് എന്തായി, നോമ്പുറക്കാനായി. പിന്നെ പള്ളി ചെന്നാൽ എന്തുണ്ടാവും, നോമ്പ് പറ എല്ലായിടത്തും കേമാണ്. അവിടെ മലയാളികള് ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടേക്കും. ഈ നോമ്പുറക്കണ സമയം വളരെ ഇജാബത്തുള്ള സമയമാണ്. മലയാളികൾ അവിടെ എന്ത് ചെയ്യണമെങ്കിൽ ഒരു പേക്ക് ചോറും കൂടി കിട്ടണം. കാരണം അത്തായത്തിന് മെസ്സില്ല റമദാൻ. അപ്പൊ അത്തായത്തിനുള്ള കൂടി വേണം. അനുഭവം ഉണ്ടാകുമെന്ന് പറയണം. അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ല മെസ്സ് അധികം റൂമുകളിൽ ഉണ്ടാവില്ല അത്തായത്തിന്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു പൊതി ചോറ് കൂടി കിട്ടിയാല് നമുക്ക് എന്താ, ഈ അത്തായത്തിനുള്ളതുമായി. നോമ്പ് പറക്കുന്ന സമയം സുപ്രങ്ങനെ വിരിച്ചിട്ടുണ്ടാവും പള്ളികളിലൊക്കെ. സുപ്ര വിരിച്ച് എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തിരിക്കും. ഭയങ്കര രസമാണത്. മക്കത്തും മദീനത്തൊക്കെ അറബികളാകുന്ന ആളുകൾ നോമ്പ് പറപ്പിക്കാൻ വേണ്ടി തിരക്കുണ്ടാക്കണം. പ്രത്യേകിച്ച് മക്കത്തും മദീനത്തൊക്കെ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ചയും ഒക്കെ നോമ്പ് തോറ്റ ആളുകൾക്ക് നോമ്പ് അർപ്പിക്കാൻ വേണ്ടി എന്റെ ഈത്തപ്പഴം കൊണ്ടോ നോമ്പ് തുറക്കണം. ഇവരിങ്ങനെ മണ്ടാണ്, എന്റെ ഈത്തപ്പഴം കൊണ്ടോ നോമ്പ് തുറക്കണം. എന്റെ റൊട്ടി കൊണ്ട് എന്ത് ചെയ്യണം, അവനെന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണമെന്ന് കരുതി അറബികളാകുന്ന ആളുകൾ അതിന് തല്ലുണ്ടാക്കുകയാണ്. ആരാണത്? പൈസ ഇല്ലാത്ത ആളുകളല്ല, പണമുള്ള ആളുകളാണ്. ഞാനിപ്പോ പൊന്മളയിൽ ഒരാളുണ്ട്. പൊന്മളയിൽ ഞാൻ ഒരു സമയത്ത് ജുമാക്ക് കൂടിയപ്പോ, അവിടെ ജുമാ കൂടിയപ്പോ ഒരു പ്രായം ചെന്ന ഒരു 50-55 വയസ്സാകുന്ന ഒരാള്, മൂപ്പരിങ്ങനെ വെള്ളിയാഴ്ച ജുമാക്ക് മൂപ്പര് ഇരിക്കണില്ല. ഒരാള് പള്ളിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് കടന്നു വന്ന മൂപ്പരെ പണിയും തരങ്ങള് നേരെ മൂപ്പര് എന്ത് ചെയ്യും, അയാൾക്ക് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ നേരെ അൽക്കഫ് കൊണ്ടേ കൊടുക്കാം. പിന്നെ വേറൊരാൾ വന്നാൽ മൂപ്പര് ഓടിച്ചെന്ന് അയാൾക്ക് എന്ത് ചെയ്യും, മുസാഫ് കൊണ്ടേ കൊടുക്കും. ഇപ്പൊ ഇവിടെ കണ്ടില്ല നിങ്ങള്, ഇവിടെ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരണം, അങ്ങോട്ട് പോകണം. ഇപ്പൊ നടുക്ക് ഒരാൾ വന്നിരുന്ന ഓനെ അൽക്കഫ് കൊടുക്കാം, എങ്ങോട്ടാ പോവുക? അപ്പൊ ഒരാൾ ഇനിയിപ്പോ അവിടെ നിന്നൊക്കെ ചാടി കടന്നിട്ട് ഇപ്പൊ ഒരു അൽക്കഫ് എടുക്കാൻ വേണ്ടി, അതുകൊണ്ട് അൽക്കഫ് വെക്കാനുള്ള ഏടുകൾ എല്ലാ സ്ഥലത്തും വേണം. അപ്പൊ ഒരാള് അങ്ങനെ ഒരു സൂറത്ത് അൽക്കഫ് ഓതാൻ വേണ്ടി മുസാഫ് വാങ്ങാൻ പോകുമ്പോ മറ്റോ മൂപ്പൊരു ഒത്തുകരുത്തി അങ്ങനെ കരുതുന്നവരുണ്ടാവുമല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ? ഓനൊരു ഓത്തുകാരത്തി എന്ന് കരുതി ഇന്നെ പറ്റി അങ്ങനെ ആരെങ്കിലും കരുതുമോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ഓതാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും.
ഇത്തരക്കാരാകുന്ന ആളുകൾക്കൊക്കെ മൂപ്പരെ സഹായം ഇങ്ങനെ എത്തും, മുസാഹിഫ് ഇങ്ങനെ കൊണ്ടേ കൊടുക്കണം. അങ്ങനെ മുസാഹിഫ് ഇങ്ങനെ കൊണ്ടേ കൊടുത്ത് എല്ലാവരും കൊടുക്കും. പിന്നെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ അടുത്ത മൂപ്പരെ പണിയും തരങ്ങൾ ഈ മുസാഹിഫ് മുഴുവൻ വാങ്ങുക. അങ്ങനെ ഞാൻ പിന്നെ ഇയാളെങ്ങനെ നോക്കൽ തുടങ്ങി. ഇയാളിങ്ങനെ ഓരോ മനുഷ്യന്മാരാണ്. ഞാൻ അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ട് പോകും. മദർസ ഇങ്ങനെ കണ്ടാൽ ഞാൻ അങ്ങനെ ഇങ്ങനെ നോക്കും, ഇതിപ്പം എത്ര റുപ്യായിട്ടുണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ പണിയാണ്. അങ്ങനെയുണ്ട്. സാബിസ്ഥാനെ പിന്നെ ഒരു തഫ്സീർ കണ്ട ഉടനെ തഫ്സീറിന്റെ മൂപ്പർക്ക് ഇപ്പൊ അങ്ങനെ നോക്കേണ്ടി വരും. അത് എങ്ങനെ ഇപ്പൊ കിട്ടുക, അതിനിപ്പോ എങ്ങനെ കഴിച്ചിലാക്കാൻ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഓരോ ആളുകളും അങ്ങനെ ഉണ്ടാവും. എല്ലാരും ഒന്നുമ്പോ തന്നെ എന്നാ പ്രശ്നമാണ്, എല്ലാരും ഒന്നുമ്പോ തന്നെ എന്നാ പ്രശ്നമാണ്. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോ ഞാൻ അവിടുത്തെ പറക്കാനുണ്ട്. ഒരു കാക്ക എവിടെയുള്ള അയാളെ മുസാഫ് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കണ്ട എല്ലാവരും. അപ്പൊ അയാളെ പറ്റി പറഞ്ഞു, അയാളുണ്ടല്ലോ ചെറുപ്പത്തിൽ രാജ്യം വിട്ടു പോയ മനുഷ്യനാണ്. അയാൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അയാൾക്ക് മദ്രസയിൽ സ്കൂൾക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. ചെറുപ്പത്തിൽ അയാൾ പോയി, വീട്ടിലെ പ്രയാസം കാരണമായിട്ട് അയാൾ വീട്ടിൽ തെണ്ടിപ്പോയി. അങ്ങനെ പിന്നെ മൂപ്പർ എന്ത് ചെയ്താണ്, കുറെ കാലങ്ങൾ കഴിഞ്ഞ് വന്നപ്പോ മൂപ്പർക്ക് എല്ലാരും ഇങ്ങനെ അൽക്കോഫൊക്കെ ഓതുന്നുണ്ട്. അപ്പൊ മൂപ്പർക്ക് ഇത് ഓതാൻ കഴിയുന്നില്ല. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു, ഓതിനൊരു ഖിദ്മയ. കാരണം ഓതാൻ വേണ്ടി ഒരാൾക്ക് ഖുർആൻ കൊണ്ടേ കൊടുത്താലും അൽഹംദുലില്ലാ അതിന് കൂലിട്ട് വരും. അങ്ങനെ എല്ലാവർക്കും അൽഫക്കും മൂപ്പരെ കൈ കൊണ്ട് കൊടുക്കണം, അത് തിരിച്ചു വാങ്ങണം. അതുകൊണ്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു ഖിദ്മ ചെയ്തിട്ട് ഖുർആൻ ഓതിയതിന്റെ ഒരു കൂലി എനിക്ക് കിട്ടാൻ കഴിയുമോ എന്നുള്ളത് നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു ദുനിയാവിൽ? ഉസ്താദിനെ പറ്റി നേരത്തെ പറഞ്ഞു. ഉസ്താദ് പലതും ചെയ്തു. 5000 പള്ളി ഉണ്ടാക്കി, മദ്രസകൾ ഉണ്ടാക്കി, ധാരാളം കാര്യങ്ങൾ ഉണ്ടാക്കി. നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഫിത്തരിയും ബസാദൊക്കെ ഉണ്ടാക്കിയിരുന്നു. കുറെ പള്ളിയിലെ മൂലരെ പിരിച്ചുവിടാം, അതൊക്കെ നമ്മളൊരു അമലാണ്. നമ്മളൊരു അമലിന്റെ ഭാഗത്തുപ്പെട്ടാണ്. ഷാബാൻ ആവുമ്പോൾ നമ്മളൊരു അമലിന്റെ ഭാഗത്തുപ്പെട്ടാണ്. നാളെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഭക്ഷണം കഴിക്കാൻ പോയ പറയുന്ന അയാൾ വലിയ കാര്യത്തിൽ പറയണം, ഉസ്താദെ 9 കൊല്ലം നമ്മൾ ദിവസം തുടങ്ങി, 8 കൊല്ലത്തിൽ മൂല്യര് ആന പിരിച്ചിട്ടാണ്. അൽഹംദുലില്ലാ നമ്മുടെ നല്ലൊരു അമലാണ്. ഒരു ജനപൊളി. സുബ്ഹാനല്ലാഹ്. എത്ര ആളുകളുണ്ട് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ എത്ര ഉണ്ടാവും, ഉഷാറുണ്ടാവും. എത്ര ആളുകളുണ്ട് അങ്ങനത്തെ ആളുകൾ. ചില ആളുകളെ പോലും അതാണ്. അപ്പൊ മിണ്ടാതിരിക്കാം. അപ്പൊ നൗമുസ്വാഹിമി ഇബാദ എന്ന് പറഞ്ഞ ആളുകള് പറഞ്ഞത് ആരോടാ ചോദിച്ചാൽ, ചിലർക്ക് മുണ്ടിയ പൊറാട്ടാറിനുമായ തൊള്ള തുറന്ന ആരെങ്കിലും ഈപത്തിനും മീമത്തും പറയണം. അത്തരക്കാരാകുന്ന ആളുകൾ വേഗം ഉറങ്ങാനല്ലേ, വേഗം ഉറങ്ങാം. ബാങ്ക് കൊടുക്കുമ്പോ നീച്ച അൽഫജർ വെച്ചാൽ മതി. അൽഫജർ വെച്ച് കറക്റ്റ് ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്ത് സുബ്ഹാന അപ്പ നീക്ക വേഗം യമീന് ശിമാൽ പെണ്ണുങ്ങളെ വരെ നോക്കണ്ട. കാരണം എന്തെങ്കിലുമൊക്കെ ഓളെ പറയേണ്ടി വരും. ഓളെ പത്തിനെ പറ്റിയോ ഓളെ മാക്സിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഓളെന്തേലും നമ്മോട് പറയും, അതിന് മറുപടി പറയേണ്ടി വരും. രണ്ടായാലും പ്രശ്നമാണ്. അതുകൊണ്ട് വേഗം കടന്നുറങ്ങാം. ഇതാണ് അത്രക്കാരാണ്. അപ്പൊ ഈ ഒരു ചങ്ങായിന്റെ നോമ്പും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ ഓതുകയും ദുഹാ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്ത ഒരാളെ നോമ്പ് തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം ഓന് ഫുൾ A+ കിട്ടിയിട്ടില്ല. ചിലതിനൊക്കെ പോയിട്ടുണ്ട്, ചിലതൊക്കെ B+. എല്ലാം A+ കിട്ടിയ ആളുകളാണ്. അൽഹംദുലില്ലാ. അവരെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ടാണ് പടച്ച റബ്ബ് പറഞ്ഞത്, ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത്. എന്റെ നോമ്പ് നിങ്ങളെ നോമ്പും വ്യത്യാസമുണ്ടെന്ന്. പട്ടിണിയിലൊക്കെ ഒരേ മാതിരിയാണ്. പക്ഷേ ആ നോമ്പ് നോൽക്കാൻ നമുക്ക് തൗഫീക്ക് വേണം. നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീക്ക് വേണം. ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ചെറിയ പ്രവർത്തനങ്ങൾ പള്ളിണ്ടാക്കാൻ വലുതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയൂല. എപ്പോഴും നമ്മൾ തൗഫീക്കിന് വേണ്ടി വരക്കണം. ഞാൻ എപ്പോഴും മതാഫിൽ ചെല്ലുമ്പോൾ വലിയ പണക്കാരാകുന്ന ചില അറബികൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതാണ്. തവാഫ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ അമലാണ് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ പിടിച്ചത്. യഹാജ് ഇടക്കിടക്ക് ഇങ്ങനെ പറയും. പ്രായം ചെന്ന ആളുകൾ, പ്രായം 90 വയസ്സൊക്കെ ഉള്ള അറബിയാള് നിക്കാൻ പോലും വയ്യ. എന്നിട്ടും അവർ നിന്ന് സുബ്ഹാനല്ലാഹ് പകൽ സമയങ്ങളിൽ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് മത്താഫിൽ നിന്ന് കൊണ്ട് ടിഷ്യൂ പേപ്പർ കൊടുക്കുന്നു. കാരണം എന്താ? ആളുകൾക്ക് കഫം വരുമ്പോ തുപ്പാൻ സ്ഥലമില്ല. ആളുകൾക്ക് തവാഫ് ചെയ്യുമ്പോ അതിനിടയിൽ തുപ്പാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് തുപ്പി അത് സൂക്ഷിക്കാനുള്ളത് കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ചോ, വേറെ കുറെ ആളുകൾ ചെറിയ ഒരു ബോക്സ് കൈ പിടിച്ചു നിൽക്കാം. ഈ ടിഷ്യൂ പേപ്പർ തുടച്ചു കാണും തുപ്പി കാണും ഇടാ ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ഞമ്മള് ബാപ്പന്റെ കഫം പോലും നമ്മൾ എന്ത് ചെയ്യല്ല, കൈയോട് തൊടില്ല. ബാപ്പ പ്രായം ചെന്നാൽ, ബാപ്പ ഒന്ന് ചുമന്നാൽ ആ ചുമ ഒന്ന് കഫം പുറത്തേക്ക് വന്നാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വേണ്ടാണ്, അല്ലെങ്കിൽ തോർത്തുന്ന വേണ്ട. ആ സമയത്ത് കൈ കൊണ്ട് തുടക്കാൻ നമുക്ക് വരുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഓന് ബാപ്പനെ സ്നേഹിക്കുന്ന ആളാണ്. അങ്ങനെ ബാപ്പനെ ഓന് ദാരിദ്ര്യം വരൂല. ഒരാള് ബാപ്പക്കും ഉമ്മക്കും വേണ്ടി ദ്വാരക്കാത്ത ഒരാളാണെങ്കിൽ അവന് ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ്.
ബാപ്പക്കും ഉമ്മക്കും ദ്വാരക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എന്നും ദ്വാരക്കണം. ബാപ്പക്കും ഉമ്മക്കും വേണ്ടി, മരിച്ചുപോയ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി ദ്വാരക്കണം. ഹയാത്തിലുള്ള ബാപ്പക്കും ഉമ്മക്കും വേണ്ടി ദ്വാരക്കണം. അത് നമ്മൾക്ക് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കൂല, നല്ല ധനികന്മാരാവും. അതിന് ബാപ്പക്കും ഉമ്മക്കും വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കൽ. ചില ആളുകൾ മുഹമ്മദ്, പാപ്പാന്റെ പേര് മുഹമ്മദ് തന്നെയാണ്, ഇമ്മാന്റെ പേര് ഫാത്തുമ തന്നെയാണ്. ഇത് വിളിച്ചാൽ അവന്റെ ജീവിതത്തിൽ അവന് ദാരിദ്ര്യം ഉണ്ടാകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും വിളിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ധാരാളം കാരണങ്ങളുണ്ട്. അത് ഇതിനൊക്കെ അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. രാത്രി സ്ഥിരമായി അടിച്ചു വരുന്ന വീട്, രാത്രി അടിച്ചു തരാം സ്ഥിരമായിട്ട്. സാധാരണ കച്ചറയതൊക്കെ അടിച്ചു തരാം, വൃത്തികേടായത് അങ്ങനെ ഉണ്ടാവും, അതൊക്കെ മാറ്റി വെക്കാം, അത് മാറ്റി വെക്കാൻ പാടില്ല. അല്ലാതെ സ്ഥിരമായി രാവിലെ നമ്മൾ തുടക്കുന്ന ഒരു തുടണ്ട്, ആ തുട ഫുള്ള് രാത്രിയാക്കി മാറ്റി ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും, ഫഖറുണ്ടായി വരും. അതുകൊണ്ട് മുതലാളിമാരാവൂല. ഞാൻ പൈസ വാങ്ങാതെ മുതലാളിമാരാണുള്ള കച്ചവടം പറഞ്ഞു തന്നെ ആണെങ്കിൽ കേട്ടോളി. സുബ്ഹാനല്ലാഹ്, രാത്രി അപ്പം ചെയ്യാൻ പാടില്ല, അടിച്ചു തരാൻ പാടില്ല. രാവിലെ രാത്രി കഴിച്ച ഭക്ഷണങ്ങൾ ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ അപ്പം മോറണം. നോമ്പ് പറഞ്ഞാൽ നമുക്കൊരു സ്വഭാവം ഉണ്ട്, എന്താണ്, ആ പ്ലേറ്റ് നമ്മൾ മാറ്റി വെക്കും അല്ലേ. പിന്നെ ഒരു കഞ്ഞി കുടിച്ചാൽ ഉണ്ടാവുള്ളൂ, അത് ഒരു അച്ചാറിനെ മാത്രം, ആ ഒരു അച്ചാർ മാത്രം എടുത്താൽ മതി. എല്ലാവർക്കും അതന്നെ കൊടുക്കുക, ഒരു തൊടാനല്ല, എല്ലാവർക്കും ഒരു കയ്യൊപ്പിടാനുള്ള സാധനം, അങ്ങനെയാണ്. അപ്പൊ അതും മാറ്റി വെക്കും. പിന്നെ അത്താഴം കഴിഞ്ഞിട്ട് രാവിലെ 10 മണിക്ക് നീച്ചിട്ട് സുബ്ഹാനല്ലാഹ് അപ്പോഴാണ് പിന്നെ ഒന്നിച്ച് തിലക്കുന്ന മൂറ. ആ വീട്ടിലും ദാരിദ്ര്യം ഉണ്ടാവും. അപ്പൊ രാവിലെ നോമ്പ് തുറന്ന അപ്പ പ്ലേറ്റുകൾ എന്തെങ്കിലും മോറണം. അത് മോറാന്ന് പറഞ്ഞ സംഗതി, കഴുകുക എന്ന് പറഞ്ഞ സംഗതി ഒരാൾക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല. പെണ്ണുങ്ങളോട് കൂടെ ആണുങ്ങൾക്ക് സഹകരിച്ചു കൊടുക്കാം, ഭാര്യനോട് കൂടെ ഭർത്താവിന് സഹകരിച്ചു കൊടുക്കാം. നമ്മൾ ആരെങ്കിലും ഉണ്ടോ ഭാര്യന്, നാട്ടുകാർക്കൊന്നും ഹിദ്മ ചെയ്യണ്ട, ഭാര്യക്കെങ്കിലും ഹിദ്മ ചെയ്തുകൂടെ? ഭാര്യക്ക് പാത്രം കഴുകി കൊടുത്തോല് എത്ര ആളുണ്ട് ഇവിടെ? അതൊക്കെ ഒരു മോശ അല്ലേ, അതൊക്കെ ഒരു മോശം അല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊന്നുമല്ല. ഭാര്യയോട് നേരത്തെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മദിയുടെയും അബൂ സലമയുടെയും കഥ ബഹുമാനപ്പെട്ടവര് ഇവിടെ നമുക്ക് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ രണ്ടുപേരും നമ്മള് എഗ്രിമെന്റ് ചെയ്തില്ലേ, നിങ്ങൾ വേറെ കല്യാണം കഴിക്കാൻ പാടില്ല. രണ്ടുപേരും ആ കഥ നമുക്ക് പറഞ്ഞു. അത് മഹബത്താണ്. സുബ്ഹാനല്ലാഹ്, കോവിഡ് സമയത്ത് മരണപ്പെട്ടു പോയ ഒരാള്, ഞാന് ബന്ധമുള്ള ഒരാളാണ്. അവിടെ ഞാനൊരു മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മദ്രസയുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധമുള്ള ആളാണ്. വളരെ ചെറുപ്രായത്തിൽ അവിടുത്തെ കൂട്ടുകാരൻ മരിച്ചുപോയി. ഭാര്യ സുബ്ഹാനല്ലാഹ് വളരെ ചെറുപ്പക്കാരത്തിയാണ്. അപ്പൊ എനിക്ക് വല്ലാത്ത സങ്കടമായി. ഞാൻ ആ സഹോദരിയുടെ ആങ്ങളെ എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു, നമുക്ക് പെങ്ങൾക്ക് ഒരു താത്താക്ക് ഒരു കല്യാണം ഉണ്ടാക്കണ്ട. ഒരു ചെറുപ്രായം നേരത്തെ പറഞ്ഞു, വിധവകളാകുന്ന ആളുകളെ കല്യാണം കഴിക്കണം. പക്ഷെ പൊരയിലെ ഗുൽമാലുണ്ട്, അത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യം. അതങ്ങനെ കുറച്ച് വയലാർ പറഞ്ഞാൽ മതി, നിങ്ങള് അങ്ങനെ ഗുൽമാൽ ഉണ്ടാക്കണ്ട, എന്നിട്ട് നിങ്ങളൊന്നാണ് കെട്ടുക. സുബ്ഹാനല്ലാഹ്, അപ്പൊ വിഷയം തീരും. പിന്നെ രണ്ടാമത് കെട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് രണ്ടാമത് ഓൺലൈനിൽ കേൾക്കുന്നുണ്ടാവും. എടവണ്ണപ്പാർന്ന് ഞാന് കഴിഞ്ഞ വെള്ളിയാഴ്ച, ഫസ്റ്റത്തെ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോ ഈ ഹക്കടപാടുകൾ വീട്ടിനെ പറ്റി പറഞ്ഞപ്പോ ഭാര്യന്റെ സ്വർണ്ണം എടുത്തിട്ടാണ് നമ്മൾ ആദ്യം സ്ഥലം എടുക്കുക. ഭാര്യന്റെ 50 പവൻ സ്വർണ്ണം എടുത്തിട്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യല്, പൊരേറ്റാൻ വേണ്ടിയിട്ട് സ്ഥലം എടുക്കുക. ഓൾറെഡി കടാണ്. കടല്ലെങ്കിൽ പിന്നെ കാര്യം തീർക്കുമ്പോ പിന്നെ ഇത് കൊടുക്കണ്ടല്ലോ. ഹദിയായിട്ട് തന്നാണെങ്കിൽ ആരും ഹദിയായിട്ടല്ല തന്നെ, അതിന് വേറൊരു ഹദിയ പേരാണല്ലോ, അത് പേര് പുതിയ ഇട്ടിട്ട് വേണം. എല്ലാരും കടഹദിയ എന്നതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. കടം ഹദിയ തരിക അങ്ങനെ പറയാലോ. അങ്ങനെ ഒരാള് ഭർത്താവ് മരിച്ചു, മക്കളിങ്ങനെ റെഡി ആയി നിൽക്കുക, വാപ്പന്റെ മുതൽ ഒരുക്കാം. 50 ലക്ഷം ഉറുപ്പ്യന്റെ സ്വത്താണ് ആകുള്ളത്. പക്ഷെ ഇന്നത്തെ കണക്കനുസരിച്ച് കൊണ്ട് 50 പവൻ എടുത്ത ആളുകൾക്ക് 21 ലക്ഷം ഉറുപ്പ്യ സ്വർണത്തിന്റെ വിലയാണ് ഇന്നത്തെ വില. ഈ 21 ലക്ഷം ഉറുപ്പ്യ ആർക്ക് കൊടുക്കണം? ആദ്യം ഭാര്യക്ക് കൊടുക്കണം. അപ്പൊ 25 ഓൾറെഡി കഴിഞ്ഞു, പിന്നെ എത്രയുള്ളത്? 25. ഈ 25-ൽ നിന്ന് 8-1 ആർക്ക് പിന്നെയും കൊടുക്കണം? ഭാര്യക്ക് കൊടുക്കണം. അതാണ് ഭർത്താവിന്റെ സ്വത്ത് കൊടുക്കണം. പിന്നെ മക്കൾക്ക് ഒരുക്കാൻ പറ്റും. അപ്പോ ഇത് കേട്ടപ്പോ ഒരു പെണ്ണിങ്ങനെ കേട്ട് പുറത്ത് ഇങ്ങോട്ട് വരിങ്ങളെ ഞാൻ കാണിച്ചു തരാം. തങ്ങൾ പറഞ്ഞ മൊത്തം ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഓൺലൈനിലെ കാലാണ് ഇത്, അതും കേൾക്കുന്നുണ്ട്. നിങ്ങളെ പെണ്ണുങ്ങൾ കേട്ടിക്കണമെങ്കിൽ റിസൾട്ട് കാണാം. അപ്പൊ നമ്മളെല്ലാവരും കടക്കാരാണ്. അല്ലാഹുമ്മ ഗുഫ്ർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്ർ ഇങ്ങനെ ഞാനുകളൊക്കെ ചൊല്ലുന്നുണ്ട്. എവിടേക്കായി ചെല്ലണേ? ഇതൊന്നും പഠിച്ചോ ഓർക്കൂല.
ഇതൊക്കെ പടച്ചോൻ പൊറുക്കണീന് മുമ്പ് ഭാര്യനോട് പൊരുത്തപ്പെടിക്കാനുള്ള ഭാര്യനോട് പൊരുത്തപ്പെടിക്കണം. ഏറ്റവും കൂടുതൽ നമുക്ക് പൊരുത്തപ്പെടിക്കാനുള്ള ആരോടാ? പടച്ചോനോടല്ല. പടച്ചോനോട് നമ്മൾ എന്താ ചെയ്തതിന്? കള്ളു കുടിച്ചത് പടച്ചോനോട് പൊരുത്തപ്പെടും, നേരിട്ടുള്ള കേസാണ്. സീട്ട് കളിച്ചത്, പെണ്ണ് പിടിച്ചത്, നിസ്കരിക്കാത്തത്, ഇതൊക്കെ പടച്ചോനോട് നേരിട്ട കേസാണ്. ഈ കള്ളു കുടിച്ചോലും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ധാരണയില്ല, സീട്ട് കളിച്ചോലും ഇവിടെ ഉണ്ടെന്ന് ധാരണയില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ ചില നിസ്കാരങ്ങളൊക്കെ ഖളാ ആയി പോയിട്ടുണ്ടാവും, അതിന് കുറെ ദ്വാരന്നിട്ടുണ്ടാവും, അറിവനുസരിച്ച് കൊണ്ടൊക്കെ കുറെ ഖളാഉം കൂട്ടിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ശ്രമം നടത്തണം. ഇതേ പടച്ചോനേറ്റം ചെയ്തിട്ടുള്ളൂ. പടപ്പാളേറ്റോ മുതൽ തർക്കമുണ്ടാക്കിയ പടച്ചോനേറ്റ മുതൽ തർക്കമുണ്ടാക്കിയത് പടച്ചോനേറ്റാണ്. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റി നിന്നു 8 വർഷത്തോളം. ഇതാരേറ്റ? പടച്ചോനെന്താ ഇതിലുള്ള? ഇങ്ങനെ പൈസ കടം വാങ്ങി മുങ്ങി നേരെ ഏർവാടിക്ക്. എന്താ ഏർവാടി കടം വാങ്ങിയാലൊക്കെ ഇവിടെ പോകേണ്ട സ്ഥലം. ചില ആളുകൾ മുങ്ങണ സ്ഥലമാണ് അവിടെ, ചില ആളുകൾ അവിടെയാണ്. അതുകൊണ്ട് പൈസ കടം കൊടുത്താൽ പിന്നെ ഫോൺ എടുക്കാതെ, പിന്നെ റേഞ്ച് ഉണ്ടാവില്ല, ഒറ്റ റേഞ്ച് ഉണ്ടാവില്ല. ഹലോ ഹലോ എങ്ങനെ കിട്ടുക? കൊടുക്കണ്ടേ? എന്നിട്ട് ഓങ്ങനെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ 3 കെട്ട അവിടെ. ഓന്റെ അല്ലാഹുമ്മ ഗ്ഫിർലി ഒന്നും പടച്ചോനും തൗലെടുക്കൂല. ഈ പടപ്പുകളോടുള്ള പ്രശ്നങ്ങൾ തീർത്തിട്ട് അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറയണം. അപ്പൊ ഏറ്റവും കൂടുതൽ കച്ചറയും കുലുമാലും നടത്തി പൊരുത്തപ്പെടിക്കൽ ആരോടാണ്? പടച്ചോനോടല്ല. ആരോടാണ്? പടപ്പുകളോടാണ്. പടപ്പുകൾ പൊറുത്തതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, എനിക്ക് പാലക്കാട് എത്താനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാമൊക്കെ പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ മഗ്ഫിറത്തിന്റെ 20ാമത്തെ നോമ്പാണെന്ന്. ഇന്ന് മഗ്രിബോടുകൂടെ നമ്മളെ ഗീർ ഒന്നുകൂടി നട്ടു. മൂലേര് ഇമാമ് മഗ്രിബോടുകൂടെ 3rd ഗീർക്ക് തട്ടാൻ പോവാണ്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞു പോയി. ഈ ഗീർ ഇല്ല ഈ വണ്ടിക്ക്. ഇനി ഒരു ഗീറും കൂടി ഉണ്ട്, ശവ്വാൽ. ആ ഗീറ് തട്ടേണ്ട ആവശ്യമായിട്ട് നേരെ പോയാൽ പിന്നെ സുഖമായിട്ട് പോകാം. എങ്ങനെയുണ്ട്? ഈ 3 10ഉം ക്ലിയർ ആയ ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ശവ്വാലിൽ കണ്ടാ തിരിയും. ഓന്റെ നോമ്പ് അല്ലാഹ് കബൂലാക്കിക്കണമല്ല. ശഅബാൻ ഉണ്ടായതിന് എല്ലാ കുലുമാലും ശവ്വാൽ ഉണ്ടെങ്കിലേ പിന്നെ മനസ്സിലാക്കാൻ എന്റെ നോമ്പ് സ്വീകരിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഓരോ സ്വീകരണത്തിന്റെ കഥ. റമദാനൊക്കെ എത്തി എന്നുള്ളത് വളരെ റെഡിയാ, ആ ദുആ കറക്റ്റാ. ഓരോരുത്തരുടെ നോമ്പിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം ശവ്വാലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പൊരുത്തപ്പെടിക്കണം. അയൽവാസിനോട് പൊരുത്തപ്പെടിക്കണം, നാട്ടുകാരോട് പൊരുത്തപ്പെടിക്കണം, ഭാര്യനോട് പൊരുത്തപ്പെടിക്കണം. ഭാര്യനോട് പൊരുത്തപ്പെടിച്ചപ്പോ എങ്ങനെ ഉണ്ടാവും? ഉള്ള 2 ചപ്പാത്തി മുടങ്ങുമോ? അല്ല, അതുമാണോ വലിച്ച അറബിയിൽ മിസ്രികൾക്ക് ഒരു പ്രയോഗമുണ്ട്. ലിസാൻ ഗദ്ദിക്കിതാന്ന് പറയും. അങ്ങനെ കാട്ടുക, എന്റെ ഭാര്യന്റെ നാവ് ഈ നീളുണ്ട്. അതുകൊണ്ട് ഓളോട് പൊരുത്തപ്പെടിക്കാൻ പോയ തങ്ങൾ പാപ്പ ഉള്ള 2 ചപ്പാത്തിയും കൂടി മുടങ്ങണ വയലാണുള്ള പല അല്ലേ. അതുകൊണ്ട് ഭാര്യയോട് പൊരുത്തപ്പെടിക്കണം, ഭാര്യ ഭർത്താവിനോട് പൊരുത്തപ്പെടിക്കണം. നമ്മൾ കൂടുതൽ പൊരുത്തപ്പെടിക്കണം. ഗൾഫിൽ പിന്നെ പെണ്ണുങ്ങൾ അങ്ങോട്ട് പൊരുത്തപ്പെടിക്കാനേ കൂടുതൽ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഓലിങ്ങനെ ഇരുന്നിട്ട് കാൽമകാലം ഏറ്റിട്ട് മൾബോർ അഹ്മർ ഇങ്ങനെ വലിച്ചിങ്ങനെ ഉതിരി, യാ മുഹമ്മദ് ജിബ്ലി മോയ വെള്ളെടുത്ത പുയ്യാപ്പിളിനോട്. നമ്മളോടെങ്ങാനും മുഹമ്മദ് ഹാ ഉച്ചരിച്ചത് ഓർമ്മ ഉണ്ടാവും. നമ്മള് 2.25 തൊലാക്കിൽ കുത്തിരിക്കണ കൗമ ഈ കാല് എവിടെ ചെല്ലണം കരുതി കുത്തിരിക്കാം. അതുകൊണ്ട് ഹാ ഉച്ചരിച്ചതേ ഓർമ്മ ഉണ്ടാവും, അവസാനത്തെ ഹാ ആയിക്കാരം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമ്മള് ഭാര്യയോട് അങ്ങോട്ട് പൊരുത്തപ്പെടിക്കണം. കാരണം എന്ത് പറഞ്ഞാലും അങ്ങനെ. പിന്നെ ചില ഭാര്യമാരൊക്കെ ഇങ്ങനെ നൊടിഞ്ഞ് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അയിമലാണല്ലോ. ചില കൂടുതൽ പത്തിരി കരിഞ്ഞതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഓളെന്തോ സുഖല് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ 10ൽ തുണി കുപ്പ എടുക്കാനുള്ള 10ഉം കൂടി ഉണ്ട് ഈ കൂടുതൽ. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആഖിറത്തിന് മാത്രം അധ്വാനിക്കുന്ന കൗമാകാൻ പാടില്ല. നമ്മൾ ആഖിറത്തിന് മാത്രം അധ്വാനിക്കുന്ന കൗമാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭാര്യമാർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതുണ്ടായിക്കോട്ടെ. ആ കൂട്ടത്തിൽ കൂടെ ഇൻഷാ അല്ലാഹ് ഒരു 10,000 റുപ്യയുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടികളോടൊക്കെ ദ്വാരപ്പിക്കാം. ചെറിയ കുട്ടികളോട് ദ്വാരപ്പിക്കുക. പെരുന്നാളിനെന്ന് പ്രത്യേകമായി. കാരണം ശരിക്കും പെരുന്നാളിനെന്ന് ആദ്യം പള്ളി പോലെ ആരാ കുട്ടികളാണ്. നമ്മളങ്ങനെ തന്നെ കുട്ടികളാണ്. കാരണം മൈക്ക ഓണാക്കലും മൊല്ലാക്കത്തിന് മുമ്പ് ആരും ഓണാക്കാൻ വരും? നമ്മളെ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ആ തെക്കിബിർ എല്ലാം തുടങ്ങും. സുബ്ഹാനല്ലാഹ്, ആദ്യം വന്നല്ലോ വരാം. നമ്മളും അങ്ങനെ തന്നെ ഇനി കുട്ടികളെ കളിപ്പി നമ്മൾ നന്നായപ്പോ നിർത്തിയതാ. നമ്മളൊക്കെ അത്യാവശ്യം നന്നായല്ലോ. അതുകൊണ്ട് ഓലെ ആ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളോട് വന്നിട്ട് പോയിടാവുന്നു ബാക്കിക്ക്
ഓരോ മുമ്പിൽ നിർത്താൻ പറ്റുമോ പറ്റൂല വേറെ ചർച്ച. പക്ഷെ എന്നാലും നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് കുട്ടികളോട് നല്ല ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഉപ്പച്ചിക്ക് കുറെ കടമുണ്ട്, ഉപ്പച്ചിക്ക് കുറെ കടമുണ്ട്, അതുകൊണ്ട് മക്കൾ ദ്വേർക്കണം എന്ന് പറഞ്ഞിട്ട് മക്കളോട് ദ്വേർപ്പിക്കുക. മക്കളോട് പറയാ ഉപ്പച്ചിന്റെ കടം വീടാൻ വേണ്ടി ദ്വേർക്ക്, നിങ്ങൾക്ക് തുണി കുപ്പായൊക്കെ വാങ്ങി തന്നു, ഉപ്പച്ചി കുറെ കടമുണ്ട് എന്ന് പറയുമ്പോൾ ആ മക്കൾ മനസ്സ് പൊട്ടി ദുആ ചെയ്യുമ്പോൾ ആ ദുആ അല്ലാഹു കബൂലാക്കും. കാരണം നല്ല വൃത്തിയുള്ള ഖൽബാണ് അവരത്. അവരുടെ മനസ്സിൽ കുയുന്തില്ല, കുസുമ്പില്ല, ഒരാളോടും പ്രശ്നങ്ങളില്ല. അവർക്ക് ഒരു 5 റുപ്യന്റെ ഓക്കെ ലേസോ കിട്ടിയാൽ ഓല പ്രശ്നം തീർന്നു. നമ്മളതിമ നിൽക്കുവോ? എവിടെ? നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം, അതിൽ ആളാകണതിന് മുമ്പ് അടുത്ത ബിൽഡിംഗ് എടുക്കണം, അല്ലേ? തികയാത്ത ലോൺ എടുക്കണം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് നമുക്ക്. എന്നിട്ട് നമ്മളിങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് നല്ല മക്കൾ, ആ കുട്ടികൾ അൽഹംദുലില്ലാഹ് ഏത് സദസ്സിലും കുട്ടികളുണ്ടാവുമല്ലോ, എല്ലാ സദസ്സിലും കുട്ടികളുണ്ടാവും. ഞാൻ കുട്ടികളുണ്ടെങ്കിൽ ഓലക്കാണ് മുമ്പിൽ അവിടെ ഇരുത്തരാം, ഇവിടെ കുത്തിരിക്കണം, മുമ്പിൽ കുത്തിരും, ഓല കാമ്യം പറയും. മിഞ്ഞാന്നൊരു സദസ്സിന് ഇങ്ങനെ പൈസ വെച്ചപ്പോ 10 റുപ്യ തരാൻ പറ്റുന്ന പോലെ ആരോ വെച്ചു. 10,000 ഞാൻ ചോദിക്കണം, കയ്യിൽ 10 റുപ്യ. അത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവം. പിന്നെ ഞാൻ മനസ്സിലായി എന്താ ഇവലിങ്ങനെ കൈപോക്കണം. അപ്പൊ വേറൊരാൾ എനിക്ക് പറഞ്ഞു, ഓലിങ്ങൾ 10 എന്നല്ല പറഞ്ഞത്, 10ന്റെ തൊട്ട് വലർത്തുണ്ടല്ലോ, ഓല് പൂജ്യം ഇല്ലാത്ത 10 അല്ലേ? സുബ്ഹാനല്ലാഹ്. അതിൽ ഞാൻ ആ 10 വാങ്ങി, 10 വാങ്ങി, 20 വാങ്ങി, അങ്ങനെ 100 റുപ്യൊക്കെ വാങ്ങി, കുറെ പൈസ അങ്ങനെ വാങ്ങി. അൽഹംദുലില്ലാഹ്. അല്ലാഹു മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അവര് നല്ല മനുഷ്യന്മാരാണ്. ഓനെ കൊണ്ട് ദ്വാരപ്പിക്കാം, ഭാര്യനെ കൊണ്ട് ദ്വാരപ്പിക്കാം. ഭാര്യ നമുക്ക് ദ്വാരുന്ന നല്ല ദുആണ്. അതിന് ഭാര്യനോട് പിത്തനുണ്ടാക്കരുത്, എപ്പോഴും കച്ചറ കൂടരുത്. സുബ്ഹാനല്ലാഹ്. അപ്പന്റെ അടുത്ത് മിനിഞ്ഞാന്ന് ഒരാൾ ഒരു കേസ് മസ്രഹ. അപ്പൊ എന്താ മസ്രഹത്തില് പറയണത്? സദേ പിന്നെ ഞാൻ ഒരിക്കലും ഓനൊപ്പം പോകാൻ തയ്യാറല്ല, ഞാൻ ഒരിക്കലും പോകാൻ തയ്യാറല്ല. എന്തേ കാരണം? ഓനോട് പറയാ രാത്രി 9 മണി മുതൽ 10 മണി വരെ മാത്രമേ ഫോൺ ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ഇടയ്ക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കുട്ടി അന്നേരത്ത് വീണാലോ പിന്നെന്തായിട്ടാ? കുട്ടിനോട് അല്ല ബിഗിച്ചലപ്പോ പറയണം, ഒരാൾ പറയണം, ഒരു പുതിയാപ്പിള പെണ്ണിനോട് പറയണ കോലാണെന്ത്? അങ്ങനെ 1 മണിക്കൂർ സമയം അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. വേറൊരു കേസിൽ പറയണം, വേറൊരു കേസ് പ്രശ്നം ഇങ്ങനെ തുടങ്ങിയപ്പോ ഞാൻ അങ്ങനെ ചർച്ച ഇങ്ങനെ തുടങ്ങിയാൻ പറഞ്ഞു, ആ തള്ളന്റെ അടുത്ത് കഴിഞ്ഞ് പോണ കേസല്ല. പുയ്യാപ്പളിന്റെ അമ്മനെ പറ്റിയാ പറയണേ, അമ്മായിമ്മനെ പറ്റി. അങ്ങനൊന്നും വിളിക്കല്ല, തള്ളാന്ന്. അല്ല ഉസ്താദ്, ഞാൻ തള്ളാന്ന് തന്നെ വിളിച്ചോളൂ. എന്താ ഈ പെണ്ണിങ്ങനെ? അപ്പൊ പിന്നെ ചോദിച്ചാൽ പറഞ്ഞു, പൊന്നാരന്റെ ഉസ്താദ് ഫ്രിഡ്ജ് തുറക്കണമെങ്കിൽ ആ തള്ളന്റെ സമ്മതമാണ്. പെരിയിലെ ഫ്രിഡ്ജ് തുറക്കണമെങ്കിൽ അമ്മായിമ്മ പിന്നെ തള്ളാന്ന് തന്നെ വിളിച്ചേണ്ടി. അപ്പൊ വെച്ച് തോന്നി ഇത് കരിന്തള്ളാന്നാ വിളിച്ചേണ്ടിയാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനത്തെ അമ്മായിമാര് ഇതാ നിങ്ങളെ വീട്ടിലുണ്ടാവും. അങ്ങനെ ഓരോന്ന് നിങ്ങളിങ്ങനെ ഉണ്ടാവത്തിരിക്കും, ചില അങ്ങനെ നിങ്ങളിങ്ങനെ ഉണ്ടാകത്തിരിക്കും. ഓളോട് പഞ്ഞി പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ നന്നാവണം. അമ്മായിമ്മയും മരുവോൾ നന്നാവണം. എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞു. ടൈം കഴിഞ്ഞു പോയി, ടൈം കഴിഞ്ഞു. എല്ലാ ടൈമും നിങ്ങളിപ്പോ ഈ വാളൊക്കെ കെട്ടുകയാണെങ്കിൽ ഇവിടെ പോയി പറയാനാവുന്ന പിന്നെ വാങ്ങിക്കൊടുത്ത് ഗീറ് കെട്ടി മൂലര്. അപ്പൊ അതുകൊണ്ട് റമളാൻ എന്ന് പറഞ്ഞ സംഗതി വെറുതെ പട്ടിണി കടന്നുകൊണ്ടൊന്നും ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ, ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം, പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന പറഞ്ഞ ആവൂല. നല്ലോണം ഖൽബ് നന്നാവണം, എല്ലാരോടും നല്ല മനസ്സ്. എന്താ എല്ലാരോടും ചിരിക്കുക, എന്തായാലും ചിരിച്ചാൽ എല്ലാരോടും ചിരിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഭാര്യനോടൊന്ന് ചിരിക്കുക, ഭാര്യ ഭർത്താവിനോട് ചിരിക്കുക, അയൽവാസികളോട് ചിരിക്കുക, അല്ലേ? ഭക്ഷണം ഒരു നല്ല ഒരാളാണെങ്കിൽ പെരുന്നാക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണം എത്ര ഉണ്ടാക്കിയാലും ഒരു 5-10 കിലോ പോത്തിറച്ചി ഉണ്ടാക്കിയാലും നല്ല മനുഷ്യനാണെങ്കിൽ അത് തികയില്ല. കാരണം ആളുകൾ ഇങ്ങനെ വരും, ഓൻ്റെ അടുത്തേക്ക് എല്ലാവരും വരും. ഞാപ്പൂനോടൊന്ന് പോകാൻ ഞാൻ മാസം ഒന്ന് ചെന്ന് ഒരു ലേസം ചോറ്. അന്നാണെങ്കിൽ അള്ളാഹു നമ്മളെ വയറിനെ കുറച്ച് വിശാല ചെയ്തന്നെ എത്ര തിന്നാലിട്ടെന്ന് അറിയില്ല. എല്ലാവരും ഓടി തിന്നണം. 8 പെങ്ങന്മാരെ കെട്ടിച്ചെങ്കിൽ ഓലൊക്കെ കൊണ്ടുപോകാൻ പോകുമ്പോൾ അവിടെയൊക്കെ പോയി കഴിച്ചു. എന്നാലും അൽഹംദുലില്ലാഹ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത് വലിയ ബർക്കത്തുള്ള അവസാനമാണ്. ചില ആളുകളെ പേര് 2 കിലോ വാങ്ങിയ തന്നെ ബാക്കിയാണ്. കാരണം ആരും വരില്ല. കാരണം എല്ലാറ്റും കുൽമാല. 3 മരുക്കളുണ്ട്, 3 മരുക്കളിനും തെറ്റില്ല, അയലോക്കാരായിട്ടൊക്കെ തെറ്റില്ല. പിന്നെ അത് പുതിയാപ്പളിയും പുതിയ പെണ്ണെന്നെ ഇയാളെ സഹിച്ചിങ്ങനെ നിൽക്കുക. 3-4 ആയില്ലേ, ഇനിയിപ്പോ സഹിച്ച് മുന്നോട്ട് പോയില്ല എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ 2 കിലോ ഇറച്ചി വാങ്ങിയത് ഓല രണ്ടാളും ഉച്ചക്ക് തിന്ന്, പിന്നെ അസർക്കൊന്ന് ചൂടാക്കി പിന്നെയും തിന്ന്, പിന്നെ രാത്രി ഒന്ന് ചൂടാക്കി പിന്നെയും ഓലെന്നെ തിന്ന്. ഇതന്നെ ഈ ചൂടാക്കി തന്നെ പിന്നെയും ചൂടാക്കണം. രാവിലെ പിറ്റേന്ന് ഒന്ന് ഉള്ളിയും തക്കാളി ഒക്കെ ഒന്ന് ഉസാറാക്കി പിന്നെയും ചൂടാക്കി. അപ്പൊ ഈ ഇറച്ചി തോരക്കാണ് പടച്ചോൻ അബ്ബില് രണ്ടാളും തെറ്റിയോണ്ട് എന്റെ ഒരു അതാബ്. ഈ ഫ്രൈ പാൻക്ക് എത്ര വട്ടാണ് ഞാൻ ചാടേണ്ടി വന്നത്, അല്ലെ? ഇറച്ചിനോടുണ്ടല്ലോ ഒരു മര്യാദ, ഇറച്ചിനോടുണ്ടല്ലോ മര്യാദ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? കുടുംബത്തിനോട് തെറ്റി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് കുടുംബത്തിനോട് നന്നാവണം, എല്ലാവരോടും നന്നാവണം. അങ്ങനെ അൽഹംദുലില്ലാഹ് വെണ്ണൂറ് അധികരിച്ചവൻ എന്നൊക്കെ പറയാറുണ്ട്.
വെണ്ണൂർ അധികരിച്ചവൻ എന്നൊക്കെ പറയാറുണ്ട് കിതാബില്. അതാരാ? ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതാണ് വെണ്ണൂർ അധികരിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക, നമ്മളെല്ലാവരോടും പൊരുത്തപ്പെടിക്കുക, ഒരാളോടും എപ്പോഴും മരിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഉണ്ടാവുക, ചെയ്യാൻ കഴിയുന്ന ഹിദ്മത്തുകൾ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യുമ്പോൾ നമുക്ക് ദ്വാരക്കാൻ വേണ്ടി കുറെ ടീമുകൾ ഉണ്ടാവും. പടച്ച റബ്ബ് നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. എപ്പോഴും നമ്മൾ ദ്വാരക്കണം. ഇതൊക്കെ പറഞ്ഞാലും ആഖിബത്ത് നന്നാവണം. സുബ്ഹാനല്ലാഹ്, ആഖിബത്ത് നന്നാകുക എന്ന് പറഞ്ഞാൽ അവസാനം നന്നാവണം. അവസാനം നന്നാവണം. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് എന്ത് മൂല്യര്, എന്ത് തങ്ങള്, എന്ത് സ്വലാത്ത്, എന്ത് ദിക്റ് എന്ന് പറഞ്ഞു ഒരാൾ മരിച്ചാൽ സുബ്ഹാനല്ലാഹ് ഓന്റെ ആഖിബത്ത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും വാക്കുകൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരാളോടും സംസാരിക്കും വാക്ക് വളരെ ശ്രദ്ധിക്കണം. വാക്ക് നമ്മൾ പിടിച്ചാൽ പുറത്തേക്ക് പോയാൽ കണ്ടൂല. നമ്മളെപ്പറ്റി അൽഹംദുലില്ലാഹ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞതൊക്കെ ഉണ്ടാവും. അതൊക്കെ പൊരുത്തപ്പെടിക്കണം. ബഹുമാനപ്പെട്ട ഹംബലി ഇമാമിന്റെ അഭിപ്രായം പൊരുത്തപ്പെടിപ്പിക്കണമെങ്കിൽ ഓരോന്ന് എണ്ണി എണ്ണി പറയണം. ഹംബലി ഇമാമിന്റെ അഭിപ്രായം, ഞാന് എടാ എന്റെ മറ്റേ കുഞ്ഞോളെ കല്യാണം മുടക്കിയ ഞാനാണ്, അവിടെ വെച്ച് പൊരുത്തപ്പെടണം. എന്റെ പെരീക്ക് ആ കറണ്ട് വരാൻ നേരത്ത് ആ പോസ്റ്റുകാരനോട് പറഞ്ഞു ഇതിന്റെ സ്ഥലം വെക്കാൻ പറ്റില്ല, വേറെയും കൊണ്ടേ വെച്ചോളി, അങ്ങനെ അത് മുടക്കി വിട്ട് ഞാനാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതി വന്നപ്പോ എന്റെ വരിക്കും അതോടുകൂടെ 7 വരിക്കും വരാതെ കിട്ടാതെ അതൊക്കെ മുടക്കി വിട്ട് ഞാനാണ്, അത് വെച്ച് പൊരുത്തപ്പെട്ടിരണം. ഓരോന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്. നമ്മള് മലയാളികളോട് പറയണത് അന്നെ നമുക്ക് ഞാൻ ഇവിടെ കാത്തിക്കണ കുറെ നേരായി, ഞമ്മളോർക്ക് മാത്രം വെള്ളം കിട്ടിയില്ല, എന്തേ ഇപ്പൊ ഇതിന്റെ സ്വീപ്പ് ഉണ്ടാക്കിയാണ്. നമ്മളപ്പം ഓന് പൊരുത്തപ്പെട്ട് കൊടുക്കല്ല പണി. അപ്പൊ പിന്നെ വേറൊരു പദ്ധതിയിലേക്ക് നീങ്ങും. ഇങ്ങനെയാണ് ഹംബലി ഇമാമിന്റെ അഭിപ്രായം. അതുകൊണ്ട് ഹംബലി ഇമാമിന്റെ മതമൊന്നും ഇപ്പം എടുക്കണ്ട, ഷാഫി ഇമാമിന്റെ ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഷാഫി ഇമാമിനെ അറിയാം, നമ്മളെ കൗമൊക്കെ ഉടായ്പ ടീമാണ്. അതുകൊണ്ട് ഒരു മിതത്തയിലുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പറഞ്ഞാൽ മതി, മൊത്തത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്നെ പറ്റി കുറെ പറഞ്ഞിട്ടുണ്ട്, കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇഞ്ച അതൊക്കെ പൊരുത്തപ്പെടണം. ഇനിയിപ്പോ നമ്മൾ നാളത്തേക്ക് വെക്കല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ കുടിവെള്ള പദ്ധതി ഒക്കെ പാടെ പറഞ്ഞാൽ ആകെ കുലുമാലിന്റെ അവലുങ്കഞ്ഞോ. പിന്നെ ഞാൻ അടുത്ത റമദാൻ വരെ ഈ കുലുമാലുണ്ടാവും. പിന്നെ ഞാൻ ഈ വയത് പിന്നെയും പറയും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നന്നാവുക, എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. മക്കളോട്, കുടുംബത്തിനോടും, അയൽവാസികളും. അവരാണ് അൽഹംദുലില്ലാഹ് യഥാർത്ഥ നോമ്പുകാര്. നോമ്പിന് ഫുൾ A+ കിട്ടണ്ടേ? ആ A+ കിട്ടി. എന്നിട്ട് അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബിൽ ആലമീൻ എന്ന് പറയണം. പടച്ച റബ്ബ് നല്ല കാര്യങ്ങൾ ചെയ്യാനും മരിക്കുന്നതിന് മുമ്പ് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ.